പക്ഷിപ്പനി ബാധിത മേഖലയിൽ വളർത്തുപക്ഷികളെ കൊന്നൊടുക്കാനായി ആലപ്പുഴയിൽ കൂടുതൽ സംഘത്തെ നിയോഗിച്ചു. സംഘം ഇന്ന് 9 മണി മുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒപ്പം തന്നെ ജില്ലയിലേക്ക് കൂടുതൽ പ്രതിരോധ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഇന്നു മുതൽ 50 സ്ക്വാഡുകളാണ് കുട്ടനാട്ടിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രോഗബാധിത പ്രദേശങ്ങളിലെ വളർത്തുപക്ഷികളെ വേഗത്തിൽ കൊന്നൊടുക്കാൻ വേണ്ടിയാണിത്. 3 ദിവസത്തിനകം പക്ഷികളെ പൂർണ്ണമായി കൊന്നൊടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. അതേസമയം കുട്ടനാട്ടിൽ പക്ഷികളെ നശിപ്പിക്കുന്ന രീതിയിൽ കേന്ദ്ര സംഘം അതൃപ്തി രേഖപ്പെടുത്തി. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ പക്ഷികളെ കൊന്നൊടുക്കാവൂ എന്ന് കേന്ദ്ര സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം മനുഷ്യരിലേക്ക് വ്യാപിക്കുന്നത് തടയാനായി ഹോമിയോ മരുന്നുകൾക്കൊപ്പം ആയുർവേദ മരുന്നുകളും വിതരണം ചെയ്യും. ഒപ്പം തന്നെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം ഊർജ്ജസ്വലമായി നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം രോഗബാധിത മേഖലകളിലെ താറാവ് ഒഴികെയുള്ള വളർത്തുപക്ഷികളെ കൊന്നൊടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. രോഗം സ്ഥിരീകരിച്ച പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും കൊന്നൊടുക്കണമെന്നാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യഘട്ടത്തിൽ താറാവിനെ മാത്രം കൊന്നാൽ മതിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. റിപ്പോർട്ടർ, ആലപ്പുഴ.